വൈകൃതമായിട്ടുള്ള മുഖമാണ് എറണാകുളത്തെ സംഭവത്തിലൂടെ വന്നിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ഭീകരമായി മർദ്ദിക്കുന്നത് ജനമാരും അറിയാറില്ല. അത് മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം നിയമ പോരാട്ടത്തിലൂടെയാണ് തൃശൂരിലത്തെ മർദ്ദനം പുറത്തു വന്നത്. അതുപോലെ ഇതും വളരെ മുൻപ് സംഭവിച്ചതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ പോലീസ് നിയമസമാധാനത്തിന് പേരുകെട്ട പോലീസിനെ മർദ്ദന ഉപകരണമാക്കി മാറ്റി ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഏറ്റവും വലിയ പരമ്പരകൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ കേരള പോലീസിനെ സത്യത്തിൽ ഈ നിലയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ എറണാകുളത്തുണ്ടായ സംഭവം ഒരു സഹോദരിക്ക് എങ്ങനെ സ്ത്രീകൾ നിർഭയമായി പോയി പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ. അതുപോലെ ഗർഭിണിയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന സ്ത്രീക്ക് സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ മുഖമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരാതിയുമായി ഒരു സ്ത്രീ ചെന്നാൽ എങ്ങനെയാണ് കേരള പോലീസ് പെരുമാറുന്നത് എന്നുള്ളത്. ഇത് യഥാർത്ഥ കേരള പോലീസ് അല്ല. ഞാൻ പോലീസിനെ അടച്ചാക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചത് ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും ഇവരുടെ തെറ്റായ നയങ്ങളുമാണ്. പാർട്ടി ആവശ്യത്തിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പോലീസ് സത്യത്തിൽ ക്രിമിനലുകളുടെ താവളമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതാണ് എറണാകുളത്തെ സംഭവത്തിലൂടെയും കൂടി വെളിച്ചത്ത് വരുന്നത്. സത്യത്തിൽ ഇത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു നിമിഷമാണ്. സഹോദരിമാർക്ക് നിർഭയമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ പിണറായി ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം.